ഹായ്, എൻ്റെ ടോപ്പിക്ക് പാരലൽ ഇൻ പാരലൽ ഔട്ടാണ്. പിപ്പോ ഷിഫ്റ്റ് രജിസ്റ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ എന്താണെന്ന് നോക്കാം. Shift registers. A shift register is a type of digital circuit using a cascade of flip-flops where the output of one flip-flop is connected to the input of the next. ഫ്ലിപ്പ്-ഫ്ലോപ്സിൻ്റെ ഒരു കാസ്കേഡിംഗ് ആയിട്ടുള്ള ഡിജിറ്റൽ സർക്യൂട്ടാണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഫസ്റ്റ് ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ നെക്സ്റ്റ് ഫ്ലിപ്പ്-ഫ്ലോപ്പിലെ ഇൻപുട്ടായിട്ടാണ് ഇവിടെ ഷിഫ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. They shares a single clock signal which causes the data stored in the system to shift from one location to the next. ഈ കംപ്ലീറ്റ് ഡിജിറ്റൽ സർക്യൂട്ട് ഒരു ക്ലോക്ക് സിഗ്നലാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റത്തെ സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെയുണ്ട്. Shift register can have both parallel and serial input and output. നമുക്കറിയുന്നത് പോലെ തന്നെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിന് പാരലൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്സും ഉണ്ട്, അതേപോലെ തന്നെ സീരിയൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. സീരിയൽ ഇൻ സീരിയൽ ഔട്ട് സിസോ, സീരിയൽ ഇൻ പാരലൽ ഔട്ട് സിപ്പോ, പാരലൽ ഇൻ സീരിയൽ ഔട്ട് പിസോ ആൻഡ് പാരലൽ ഇൻ പാരലൽ ഔട്ട്. ഇതിൽ പാരലൽ ഇൻ പാരലൽ ഔട്ട് പിപ്പോ ആണ് എൻ്റെ ടോപ്പിക്ക്. നമുക്ക് പാരലൽ ഇൻ പാരലൽ ഔട്ട് എന്താണെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആർ ദ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ഡിവൈസസ് ഇൻ വിച്ച് ബോത്ത് ഡാറ്റ ലോഡിംഗ് ആസ് വെൽ ആസ് ഡാറ്റ റിട്രീവൽ പ്രോസസ് ഒക്യൂർ ഇൻ പാരലൽ മോഡ്. പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഒരു സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ഇതിൽ ഡാറ്റ ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡാറ്റ റിട്രീവൽ ചെയ്യുന്നതും ഡാറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതും ഡാറ്റയ്ക്ക് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നതും രണ്ടും പാരലൽ മോഡിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓർ സിംപ്ലി വി ക്യാൻ സേ ദ ഷിഫ്റ്റ് രജിസ്റ്റർ വിച്ച് അലോസ് പാരലൽ ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് പാരലൽ ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. പാരലായിട്ട് നമുക്ക് ഇൻപുട്ട് കിട്ടുന്നതും അതിൽ നിന്നും പാരലായിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നതുമായ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററാണ് പാരലൽ ഇൻ പാരലൽ ഔട്ട്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. സോ നമുക്ക് ഈ ഡയഗ്രാം വെച്ചിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ നമുക്ക് 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, 2, 3, 4 അങ്ങനെ 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്സിന് നമ്മൾ ഡയഗ്രത്തിൽ ഉണ്ട്. ഇവിടെ ഡി എ, ഡി ബി, ഡി സി ആൻഡ് ഡി ഡി ഇതാണ് നമ്മുടെ 4 ഇൻപുട്ട്സ്. ഈ 4 ഇൻപുട്ട്സും നമ്മൾ ഒരേ സമയത്ത് തന്നെ നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുകയാണ്. ഇതിൽ സി പി എന്നത് ക്ലോക്കാണ്. ഈ ക്ലോക്ക് സിഗ്നൽ 4നും ഒരേപോലെ തന്നെ ഈക്വലി അറ്റ് എ ടൈമിൽ നമ്മൾ കൊടുക്കുന്നതായിട്ട് ഈ ഫിഗറിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്ലോക്ക് സിഗ്നൽ ഈ എൻറ്റയർ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഒന്നാണ്. അത് ഓരോ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തതിന് ശേഷവും നെക്സ്റ്റ് പാർട്ടിലേക്ക് അത് പാസ് ചെയ്യാണ് ചെയ്യുന്നത് എന്ന്. അപ്പം സി പി ആണ് ഇവിടുത്തെ ക്ലോക്ക് സിഗ്നൽ. അപ്പം ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡി എ ഇൻപുട്ട് കൊടുത്ത് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുത്ത് ക്യു എ എന്നൊരു ഔട്ട്പുട്ട് അവിടെ ജനറേറ്റ് ചെയ്തു. അത് നമ്മൾ കളക്ട് ചെയ്യും. പിന്നെ സെക്കൻഡിലേക്ക് ഡി ബി നമ്മൾ അറ്റ് എ ടൈം ഈ 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്സിലേക്കും നമുക്ക് ഒരേ ടൈമിൽ ഇൻപുട്ട് കൊടുക്കാം. അത് ഒരേ ടൈമിൽ തന്നെ ഈ ക്ലോക്ക് 4ലേക്കും പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും ക്യു എ, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും ക്യു ബി, തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും ക്യു സി, ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും ക്യു ഡി. ഈ 4 ഔട്ട്പുട്ട്സും ഒരേ ടൈമിൽ പാരലലായിട്ട് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫിഗറിൽ പാരലൽ ഡാറ്റ ഔട്ട്പുട്ട് എന്ന് മെൻഷൻ ചെയ്ത ആ ഒരു പാർട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഇൻപുട്ട് എങ്ങനെയാണോ കൊടുത്തത് അതേപോലെ തന്നെ പാരലലായിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഇവിടുന്ന് ലഭിക്കും. ഇതാണ് സീരിയസ്ലി പറഞ്ഞതുപോലെ തന്നെ ഈ പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൻ്റെ ഒരു ചെറിയ വർക്കിംഗ്. ഇത് പാരലൽ ഇൻ പാരലൽ ഔട്ട്
പാരലൽ ഇൻ സീരീസോ അല്ലെങ്കിൽ സീരീസ് ഇൻ സീരിയൽ ഔട്ട് അല്ലെങ്കിൽ സീരിയൽ ഇൻ പാരലൽ ഔട്ട്. ഈ പിപ്പോ ബാക്കി 3 ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മച്ച് ഈസിയർ ആണെങ്കിലും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും ഭയങ്കര സിമ്പിളാണ്. നമ്മൾ കണ്ട ആ ഒരു സർക്യൂട്ടിൽ നിന്നും നമ്മളൊരു ചെറിയ അനാലിസിസ് നടത്തിയപ്പം നമുക്ക് കിട്ടിയ കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. ഇതൊരു 4-bit പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ള, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡാറ്റ ഈസ് എൻറ്റേർഡ് ആസ് വെൽ ആസ് റീഡ് ഇൻ പാരലൽ ഫാഷൻ. ഈ പാരലൽ ഇൻ പാരലൽ ഔട്ട് എന്ന നെയിമിൽ ഉള്ളതുപോലെ തന്നെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നതും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതും പാരലൽ ആയിട്ടാണ്. അപ്പം ഒരു പാരലൽ ഫാഷനാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. The input can be applied to 4 flip-flops at a time, and output of each flip-flop is shared or shifted to neighbor flip-flop. നമ്മൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഒരേ ടൈമിൽ തന്നെ ഇൻപുട്ട് കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ട് ഷെയർ ചെയ്ത് നൈബറിലേക്ക് അങ്ങനെ പോകുന്ന ഒരു തരത്തിലുള്ള ഒരു പാരലൽ ഫാഷനാണ് നമ്മൾ ഈ പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഉള്ളത്. Data can be collected as parallel. We can parallelly input the data and read output parallelly. ഈ പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെ പറ്റി നമ്മൾ പറയുമ്പം എപ്പോഴും മെൻഷൻ ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു കാര്യം, ഇൻപുട്ടായിട്ട് നമുക്ക് പാരലലി നമുക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാം, അത് പാരലലായിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പം എൻറ്റയർ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ മെയിൻ വ്യൂ എന്ന് പറയുന്നത് പാരലൽ ഫാഷൻ തന്നെയാണ്. ഇതിൽ പിന്നെ ഔട്ട്പുട്ട് ഓഫ് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ ബി കളക്റ്റഡ് ഡയറക്ട്ലി അറ്റ് എ ടൈം. അത് നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടു. ഓൾ ദീസ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ സിങ്ക്രണസ് വിത്ത് ഈച്ച് അതർ. ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്സും സിങ്ക്രണസ് ആണ്, രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അവർക്ക് ദ സെയിം ക്ലോക്ക് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ഈച്ച് വൺ. അപ്പം ഒരു ക്ലോക്ക് സിഗ്നലാണ് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ദേ ആർ സിങ്ക്രണൈസ്ഡ് ഈച്ച് അതർ. അപ്പം ഇതാണ് നമ്മൾ ഫിഗറിൽ നിന്നും അനാലിസിസ് ചെയ്ത ചെറിയൊരു നോട്ട്. പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൻ്റെ 2 ആപ്ലിക്കേഷൻസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോറേജ് ഡിവൈസിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പം പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി ഡിവൈസസ് ആയിട്ടാണ്. രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ ഡിലേ എലമെൻറ്റ് സിമിലർ ടു സിസോ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഈ സിസോ ഷിഫ്റ്റ് രജിസ്റ്ററും പിപ്പോ ഷിഫ്റ്റ് രജിസ്റ്ററും ഒരു ഡിലേ എലമെൻ്റ് ആയിട്ട് ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഡിലേ എലമെൻറ്റിൽ നമുക്ക് ഈസിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിപ്പോ ഷിഫ്റ്റ് രജിസ്റ്ററും സിസോ ഷിഫ്റ്റ് രജിസ്റ്ററും യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻസ് ഈ 2 എണ്ണമാണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. അപ്പം ഇതിൽ ഈ സർക്യൂട്ട്സ് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുന്നില്ല എന്നൊരു കാര്യമാണ് മെയിൻ ആയിട്ടുള്ളത്. സിസോയും സിപ്പോയും പിസോയും പോലെയല്ല ഇതിൻ്റെ സർക്യൂട്ട്. ആ 3 ഷിഫ്റ്റ് രജിസ്റ്റേഴ്സും കണക്റ്റഡ് ആണ്. ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഈ സർക്യൂട്ട്സ് തമ്മിൽ കണക്റ്റഡ് അല്ല. അപ്പം ആ ഒരു പോയിൻ്റാണ് ഇതിൽ മെയിനായിട്ട് ഉള്ളത്. സോ താങ്ക് യു.